നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പാലിയേക്കരയിൽ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. ഉപാധികളോടെ ടോൾ പിരിക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. കാലിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി വിട്ടയച്ചു. അതിരപ്പള്ളി റേഞ്ചിലെ എരുമത്തടം ഭാഗത്താണ് കാട്ടാനയ്ക്ക് ചികിത്സ നൽകിയത്. ചേലക്കര സെന്ററിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷണം പോയ കേസിൽ 3 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിധിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിൽ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. ഉപാധികളോടെ ടോൾ പിരിക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും ജസ്റ്റിസുമാരായ എ. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി. മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. പാലിയേക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിച്ചത് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. കോടതി നിർദ്ദേശിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിനാൽ ടോൾ പിരിവ് ഉടൻ പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ആവശ്യപ്പെട്ടിരുന്നു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6 മുതൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയായിരുന്നു. കാലിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി വിട്ടയച്ചു. അതിരപ്പള്ളി റേഞ്ചിലെ എരുമത്തടം ഭാഗത്താണ് കാട്ടാനയ്ക്ക് ചികിത്സ നൽകിയത്. പിന്നിലെ ഇടതുകാലിൽ വ്രണം രൂപപ്പെട്ടതിനെ തുടർന്ന് ആനയ്ക്ക് മയക്കുവെടി നൽകിയ ശേഷം 1.5 മണിക്കൂറോളം സമയമെടുത്താണ് വനംവകുപ്പ് ചികിത്സ നൽകിയത്. ഡോക്ടർ ഡേവിസ് അബ്രഹാം, ഡോക്ടർ മിഥുൻ, ഡോക്ടർ ബിനോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. 11:30 മയക്കത്തിൽ നിന്നും ഉണർന്ന ആന വനത്തിലേക്ക് കയറിപ്പോയി. 15 വയസ്സ് പ്രായമുള്ള കൊമ്പനാണ് ചികിത്സ നൽകിയത്. ആനയെ നിരീക്ഷിക്കാനായി 5-അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ചേലക്കര സെന്ററിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷണം പോയ കേസിൽ 3 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിധിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവർക്കെതിരെയാണ് ചേലക്കര പോലീസ് കേസെടുത്തത്. ചേലക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി കൊടുത്ത പരാതിയിലാണ് കേസെടുത്തത്. കൊടിമരം കൊണ്ടുപോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. മദ്യപിച്ച് വാഹനമോടിച്ചയാളെ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് കൊടുങ്ങല്ലൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. മേത്തലപ്പാടം സ്വദേശികളായ കാട്ടുകണ്ടത്തിൽ വീട്ടിൽ അനീഷ് കുമാർ, മനയത്ത് വീട്ടിൽ പ്രജീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI സാലിം, KCPO അമൽദേവ് എന്നിവർ പെട്രോളിംഗ് നടത്തുന്നതിനിടെ TKS പുരത്തെ ബാറിന് സമീപം വച്ച് മദ്യലഹരിയിൽ അശ്രദ്ധമായി കാർ ഓടിച്ചു വന്ന കൊടുങ്ങല്ലൂർ മേത്തലപ്പാടം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ സനീഷിനെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയപ്പോൾ കാറിലുണ്ടായിരുന്ന പ്രതികൾ അറസ്റ്റ് ചെയ്ത പ്രതിയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന കേസിലാണ് 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI സാലിം K, GSI ബാബു, SCPO കിഷോർ ചന്ദ്രൻ, ഡ്രൈവർ CPO അമൽദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബാലസാഹിത്യ സമിതിയുടെ 2025 സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കഥാ നോവൽ വിഭാഗത്തിനുള്ള PT ഭാസ്കരപ്പണിക്കർ അവാർഡ് വിമീഷ് മണിയൂരിന്റെ കഥകുറുക്കന്മാർ എന്ന കഥാപുസ്തകത്തിനും, കവിതയ്ക്കുള്ള പുല്ലാർക്കാട്ട് ബാബു സ്മാരക പുരസ്കാരത്തിന് രമേശ് വട്ടിങ്ങാവിലിന്റെ സങ്കടക്കുട്ടിയും അർഹമായി. ശാസ്ത്ര സാഹിത്യ ഗ്രന്ഥത്തിനുള്ള കേശവൻ വെള്ളിക്കുളങ്ങര അവാർഡ് ജ്യോതി നമ്പ്യാരുടെ സൈബറിടങ്ങളിൽ കുട്ടികളുടെ വളർച്ച എന്ന പുസ്തകത്തിനാണ് ലഭിച്ചത്. 10,000 രൂപയും മെമന്റോയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. CP പള്ളിപ്പുറം, ബക്കർ മേത്തല, അജിത് കുമാർ ഗോതുരുത്ത്, പൗർണമി വിനോദ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് അവാർഡ് നിർണയിച്ചത്. 2025 നവംബർ 16 കൊടുങ്ങല്ലൂരിൽ വെച്ച് അവാർഡ് സമർപ്പണം നടത്തും. ആസ്റ്റർ മെഡിസിറ്റി മാള ഹെവൻസ് വില്ലേജുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഓർത്തോ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ കൈമാറി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നൊരു ചെറിയ വീട് പണിയണമെങ്കിൽ നമ്മൾ എത്രമാത്രം റിസ്ക് എടുക്കണം. അതിന് മാത്രം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ട് അത്താണിയായി ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു അത്താണി ആവാനായിട്ട് ഒരു സ്വർഗത്തിലേക്ക് കടന്നു വരാൻ പ്രാപ്തരാക്കുന്ന, അതായത് എനിക്ക് തോന്നുന്നു 1-ാം തീയതി 2-ാം തീയതി ഉദ്ഘാടനം എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ന്യൂ ജനറേഷൻ മേഖലയിലൊക്കെ നമ്മൾ വളർന്ന് പന്തലിച്ചു. പക്ഷേ നമ്മുടെ
ഉറ്റവരെയും ഉടയവരെയും സംരക്ഷിക്കാനും നോക്കാനുള്ള ചുമതലയൊക്കെ നമ്മുടെ അറ്റുപോയി. ഹെവൻസ് വൈസ് മാനേജർ KM നാസർ അധ്യക്ഷത വഹിച്ചു. ആസ്ട്ര മെഡിസിറ്റി DM ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലത്തീഫ് കാസിമിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, വാർഡംഗം വർഗീസ് കാഞ്ഞുത്തറ എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. KA നസറുദ്ദീൻ, സതീഷ് ജിബി, PK അബ്ബാസ്, VA സലാഹുദ്ദീൻ, KP നൌഷാദ്, VS ജമാൽ എന്നിവർ സംസാരിച്ചു. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റൻസ് പദ്ധതിയുടെ ഭാഗമായി വഴിയോര ലോട്ടറി വിൽപ്പനക്കാർക്ക് ബീച്ച് കുടകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പ്രശാന്ത് മേനോൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം ഡിസ്ട്രിക്റ്റിന്റെ പുതിയ ഒരു ചരിത്രമാണ് എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പദ്ധതി. ഇത് അതിൽ ഒരു പ്രൊജക്റ്റാണ് ഈ അംബ്രല്ല അല്ലെങ്കിൽ ലോട്ടറി കച്ചവടക്കാർക്ക് എലിഫന്റ് അംബ്രല്ലയും ലോട്ടറി ബാഗും നൽകി അവർക്കൊരു കുടുംബ ജീവിത വരുമാന മാർഗം സൃഷ്ടിക്കപ്പെടുക എന്ന പദ്ധതി. ഇതിനപ്പുറത്തേക്ക് ഈ തൃശ്ശൂർ പാലക്കാട് അടങ്ങുന്ന ഡിസ്ട്രിക്ട് 380യുടെ ഏത് പ്രദേശത്തുള്ള ആൾക്കാർക്കും ജോലി ലഭിക്കുന്നതിനും ഏത് പ്രദേശത്തുള്ള കമ്പനികൾക്കും ജോലിക്കാരെ ലഭിക്കുന്നതിനും ആദ്യമായി ഡിസ്ട്രിക്ട് 380 ഒരു എംപ്ലോയ്മെന്റ് പോർട്ടൽ ഈ വർഷം മുതൽ നമ്മൾ ആരംഭിച്ചു. ക്ലബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ജിജ ദേവസി, പീറ്റർ പാറേക്കാട്, സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു. ക്ലബ് അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കരയിൽ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. ഉപാധികളോടെ ടോൾ പിരിക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. കാലിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി വിട്ടയച്ചു. അതിരപ്പള്ളി റേഞ്ചിലെ എരുമത്തടം ഭാഗത്താണ് കാട്ടാനയ്ക്ക് ചികിത്സ നൽകിയത്. ചേലക്കര സെന്ററിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷണം പോയ കേസിൽ 3 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിധിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.